അത് എത്ര കൊല്ലമായി അക്കൗണ്ട് തുറക്കാനും തുറന്നിട്ട് പൂട്ടി പോയാലും അല്ല. ഈ കേരളത്തിന് ഇവരുടെ അക്കൗണ്ട് തുറന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. തുറന്ന അനുഭവം ഉള്ളതിൽ നിന്ന് കൃത്യമായിട്ട് പൂട്ടിച്ച അനുഭവവും ഉണ്ടായിട്ടുണ്ട്. അതൊരു കേരളത്തെ ഭീഷണിപ്പെടുത്താൻ, കേരളത്തിലെ ഇടതുപക്ഷത്തെ ഭീഷണിപ്പെടുത്താനൊന്നും ഇപ്പോഴും BJP ആയിട്ടില്ല. മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നടക്കും ആളെ ഇറക്കി വോട്ട് ചെയ്യും, അത് നിയമപരമായി തെറ്റൊന്നുമില്ല, ഞങ്ങൾ അത് ചെയ്യും, അടുത്ത തെരഞ്ഞെടുപ്പിലും ചെയ്യും. അതായത് നമ്മൾ തൃശ്ശൂരിലെ കാര്യമൊക്കെ അറിയാലോ. അത് ഈ ഫാസിസ്റ്റുകളായ ആളുകൾ എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളതിനെ കൃത്യമായിട്ട് മുഖക്കണ്ണാടി പോലെ ഗോപാലകൃഷ്ണനെ കണ്ടാൽ മതി. ഫാസിസ്റ്റുകളായ നേരിടുന്നത് ജനങ്ങളെ കാണുന്നത്. അവ ജനങ്ങളുടെ മുമ്പിലുണ്ടാകുന്ന ഒരു അവബോധമല്ലേ അദ്ദേഹം സൃഷ്ടിക്കുന്നത്. ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ അവകാശമുണ്ട് എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഒരു ശക്തി ജനാധിപത്യ സമൂഹത്തിലുണ്ടാവില്ല. അതുണ്ടാകുന്നത് എപ്പോഴാണ്? ഫാസിസ്റ്റ്, അത് ഈ നവഫാസിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള RSSൻ്റെ ഏറ്റവും ശക്തനായിട്ടൊരു വക്താവായിട്ടാണ് ഗോപാലകൃഷ്ണനെ കാണുന്നത്. ഗോപാലകൃഷ്ണൻ ആ രീതിയിലാണ് പ്രതികരിച്ചത് എന്നിപ്പോൾ കേരളം കണ്ടല്ലോ. എന്താണ് RSSൻ്റെയും BJPയുടെയും ഗോപാലകൃഷ്ണൻ്റെയും ഒക്കെ നിലപാട് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടു. അത്രയേ ഉള്ളൂ. അത് എത്ര കൊല്ലമായി അക്കൗണ്ട് തുറക്കാനും തുറന്നിട്ട് പൂട്ടി പോയാലും അല്ല. ഈ കേരളത്തിന് ഇവരുടെ അക്കൗണ്ട് തുറന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. തുറന്ന അനുഭവം ഉള്ളതിൽ നിന്ന് കൃത്യമായിട്ട് പൂട്ടിച്ച അനുഭവവും ഉണ്ടായിട്ടുണ്ട്. അതൊരു കേരളത്തെ ഭീഷണിപ്പെടുത്താൻ, കേരളത്തിലെ ഇടതുപക്ഷത്തെ ഭീഷണിപ്പെടുത്താനൊന്നും ഇപ്പോഴും BJP ആയിട്ടില്ല.